പോക്സോ നിലനിന്നില്ലെങ്കിലും ഒരു ഏരിയയുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് അവരാരും മറ്റ് വകുപ്പുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? BNSന്റെ സെക്ഷൻ 72 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്നാണ് ഞാൻ അറിഞ്ഞത്. BNS സെക്ഷൻ 72ൽ നിൽക്കില്ല. കാരണം ഞാൻ ഈ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് 2022-ലാണ്. BNS നിലവിൽ വന്നത് 2024-ലാണ്. അതുകൊണ്ട് BNS എന്നുള്ള കേസിൻ്റെ അത് IPC ഇട്ട് വേണം ഇടാൻ. അതുകൊണ്ട് ഈ കേസിൻ്റെ FIR തന്നെ തള്ളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. പഴയ സംഭവങ്ങൾ ഇപ്പോൾ IPC ഇട്ടിട്ടാണ് പഴയ സംഭവങ്ങൾ ഇടേണ്ടത്. ഇപ്പോഴത്തെ സംഭവങ്ങൾ 2024-ന് ശേഷം ഉണ്ടായ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ BNS ഇട്ടിട്ട് കേസിടുന്നത് FIR നിലനിൽക്കില്ല. IPC ഇട്ട് വരട്ടെ, വന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ആക്റ്റീവ് അല്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് നാളായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നത് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അത് നിർത്തിയിരിക്കുകയാണ്. ആ പേജ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ. ഞാൻ ചെക്ക് ചെയ്തില്ല, കാരണം ഇന്നലെ വൈകിട്ടാണല്ലോ. പലതും ഇല്ല മോനെ, പല കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോസും ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തല്ലോ. NSSനെ കുറിച്ച് ചെയ്ത വീഡിയോയും വേറെ കുറേ വീഡിയോസും ഒക്കെ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഞാനത് എന്താണ് പബ്ലിക് എന്നുള്ളത് മാറ്റി അൺലിസ്റ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് പല വീഡിയോസും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ വീഡിയോസും പെട്ടിട്ടുണ്ടാവും. ഞാനിത് നോക്കിയില്ല, കാരണം ഇന്ന് രാവിലെയാണ്, ഇന്നലെ രാത്രിയിൽ മറ്റോ ആണ് ഇതിൻ്റെ ഒരു വിവരം നിങ്ങൾ പറയുന്നത് മീഡിയയിലൂടെ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനിത് അറിയുന്നത്. അതുകൊണ്ട് എനിക്കിത് ചെക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. നിങ്ങൾക്കെന്താ കിട്ടാത്ത ഇൻറ്റിമേഷൻ? എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ചെയ്യട്ടെ, പോലീസ് പോക്സോ കേസ് നിൽക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ? ഞാൻ സർവീസിൽ ഇരുന്നപ്പോൾ എഴുതിയ ഒരു ബ്ലോഗ് പോസ്റ്റ് അന്ന് സർവീസിലെ സീനിയർ ഓഫീസേഴ്സ് പോലും എനിക്കെതിരെ നടപടി എടുക്കുകയോ എനിക്കെതിരെ അത് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്തില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇത്രയും നാളായിട്ട് 2022-ലെ ഒരു വീഡിയോ അന്നോ അതിനപ്പുറമോ ഒന്നും ആരും കേസുമായിട്ട് പോയില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ഒരു കേസ് FIR ഇടിക്കുക, അതിങ്ങനെ ഒരു വിവാദമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം തന്നെ ആയിരിക്കണം. ഇതിൽ പരാതിക്കാരൻ പറയുന്നത് പോലീസാണ് കാലതാമസം വരുത്തിയതെന്ന് പറയുന്നുണ്ട്. ഇതിന് നടപടി എടുക്കുന്നത് പരാതിക്കാരൻ എപ്പോഴാണ് പരാതി കൊടുത്തത്? 2022 കൊടുത്തോ? 25 ഒക്ടോബറിലെന്നാണ് അദ്ദേഹം പറയുന്നത്. 25 ഒക്ടോബർ എന്ന് പറഞ്ഞാലും അപ്പോഴും ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയ ശേഷമല്ലേ. അതിന് മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ? ഒരു രാഷ്ട്രീയക്കാരിയല്ല, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആണെങ്കിലും ബാധകമല്ലേ? എന്തുകൊണ്ട് അന്ന് ഫയൽ ചെയ്തില്ല, എന്തുകൊണ്ട് ഇപ്പോൾ? ഇത് മാത്രം ഞാൻ ചോദിക്കുന്നു. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ കുറുപ്പുംപടി കേസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. എന്നാൽ ആ വിക്ടിമിൻ്റെ പേര് വെച്ചാണ് പലരും ഇപ്പോഴും ആ കേസ് പറയുന്നത്. അതുപോലെ ഈ കേസുകളുടെ വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് പലരും വെളിപ്പെടുത്തിയെന്നല്ല, ഇറ്റ് ഈസ് എ പബ്ലിക് നോളജ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും മറ്റൊരാൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇത്തരുണത്തിൽ. നല്ല സന്ദേശം, കൃത്യമായിട്ടുള്ള നിയമ സന്ദേശം. നിയമം ഇതാണ് എന്നുള്ളത്, പോക്സോ കേസ് നിലനിൽക്കില്ല എന്നുള്ളതും പബ്ലിക് ഡോക്യുമെൻറ്റിൽ പേര് അല്ല വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് സ്പേസിലെ വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും പ്രതിപാദിക്കാം എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ഒരു വിവരം നിങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഈ IPC ഇട്ട് വന്നാലും ഈ ഒരു ജഡ്ജ്മെൻറ്റ് താങ്കൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല. പോലീസ് അന്വേഷിച്ചിട്ട് അവർക്ക് തെളിവ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ആസ് എ പോലീസ് ഓഫീസർ ഇത് നിലനിൽക്കുന്ന കേസല്ല. ഇത് വ്യക്തിപരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്
ഇട്ടിരിക്കുന്ന ഒരു FIR ആണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതുവരെ BJP അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ആ സാധ്യതയുണ്ട് എന്ന് പലർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയധികം അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നത്. താങ്ക് യു.